Hi dears, welcome back to Fashion Week Designs. ഇതും ഈ ഒരു റെയിനി സീസണിലൊക്കെ യൂസ് ചെയ്യാനും ഓർ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. സെമി മൊഡാൽ ഫാബ്രിക് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കിൽ ഇതേപോലെ സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ്. നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ കണ്ടായിരുന്നു. അതിൽ കുറച്ചിങ്ങനെ സ്ക്വയേഴ്സിനകത്ത് ഇങ്ങനെ സ്ട്രൈപ്സ് ഹൊറിസോണ്ടലും വെർട്ടിക്കലിയും ഇങ്ങനെ സ്ട്രൈപ്സ് വന്നിരിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. ഇത് സിംപ്ലി ഫുൾ സ്ട്രൈപ്പ് വന്നിരിക്കുന്ന ടൈപ്പ് ടോപ്പും ദുപ്പട്ട ഇതുപോലെ ഉണ്ടോ ഡിജിറ്റൽ നിൽക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഒരു ടീൽ ഗ്രീൻ പോലെ നിൽക്കുന്ന ഷെയ്ഡുണ്ട്, ഇത് ചിക്കുവിൻ്റെ ടോൺ ഉണ്ട്, ഇത് ഗ്രീനിൻ്റെ ഷെയ്ഡുണ്ട്, വീണ്ടും ആ ഒരു സെയിം കളർ റിപ്പീറ്റഡ് ആണ്, സെയിം തന്നെയാണ്. ഇതൊരു കൈൻഡ് ഓഫ് ചോക്കോ പിങ്ക് ടോൺ. അങ്ങനെ 4 കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് കളർ ഇതിൻ്റെ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ചിക്കു ടോൺ ആണ്. വീഡിയോയിൽ സാൻഡൽ പോലെയാണ് വരുന്നത്, സാൻഡൽ അല്ല ചിക്കുവിൻ്റെ ഷെയ്ഡിലാണ്. അതിൻ്റെ ചിക്കുവിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും പോലെയാണ് ഈ ഒരു സ്ട്രൈപ്സ് വന്നിരിക്കുന്നത്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന കളർ പാലറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടോ ഈ ഒരു സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണ്, നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ഇതുണ്ട് ദുപ്പട്ടയിൽ നോക്കിയാൽ ആ ഒരു സെയിം കളറിൽ തന്നെ, അതും ലൈറ്റും ഡാർക്കും ആണ്. ബോർഡറിൽ ചൂടെ ഡാർക്ക് ഷെയ്ഡും സെൻറ്ററിൽ വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ടോണിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. വിത്ത് ഇതുണ്ട് എൻ്റെ ദുപ്പട്ടയുടെ എൻസ് നോക്കിക്കൊള്ളുക. ഹെവി ആയിട്ട് ടാസൽസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് സെറ്റ് പാറ്റേൺ. അങ്ങനെ ഒത്തിരി ഓവർ വർക്ക് ഒന്നും വരുന്നില്ല. ദുപ്പട്ടയാണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഇതിന് നല്ല എൻക്വയറീസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു പാറ്റേൺ. അപ്പം അതിന് തന്നെ സിമിലർ ആയിട്ട് നിൽക്കുന്ന സ്റ്റൈലാണ് ഇത്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ലൊരു ഗ്രീൻ ആണ്, ഡാർക്ക് ഒലിവ് ഗ്രീൻ്റെ ടോണിലാണ് ഇത് വന്നേക്കുക. സെയിം സ്റ്റൈൽ സാൻഡൂൺ ആണ് ബോട്ടം വന്നേക്കുക. ഇങ്ങനെ സ്ട്രൈപ്ഡ് പാറ്റേൺ സിമ്പിൾ ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഇതിലെ ദുപ്പട്ടകളിലെല്ലാം പ്രിന്റിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ ദുപ്പട്ട ആ ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് ബോർഡറിൽ കൊടുത്തിട്ട് ഡാർക്ക് ടോണിൽ ആ ഒരു ലൈറ്റ് ടോണും പ്രിന്റിൽ കൊടുത്തേക്കുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇതെല്ലാം കാണാൻ നല്ല സ്റ്റൈലിഷ് ആണ്. വിത്ത് ഇതേപോലെ ഹെവി ആയിട്ട് അത് ഗ്രീനിലാണ് ടാസിൽസ് വന്നേക്കുന്നത്. സെമി മൊഡാൽ ഫാബ്രിക് ആണ് ടോപ്പിന്റെ റേറ്റ് 1140 വിത്ത് ഫ്രീ ഷിപ്പ്. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് വീഡിയോയിൽ അത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. അത്രയും ഡാർക്ക്നെസ് ഇല്ല, ടീൽ ബ്ലൂവിന്റെ ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്ന അത്രയും ഡാർക്ക്നെസ് ഇല്ലാത്ത ഒരു ബ്ലൂ ടോൺ ആണ് വരുന്നത്. അതൊരു കൈൻഡ് ഓഫ് കുറച്ച് ഡസ്റ്റി ആയിട്ട് നിൽക്കുന്ന പോലത്തെ ടീൽ ബ്ലൂ ഷെയ്ഡാണ്. നല്ല, അതായത് ഈ കളേഴ്സ് എല്ലാം കുറച്ച് റെയർ ആയിട്ടുള്ള ടൈപ്പ് സ്റ്റാൻഡേർഡ് ടോൺസ് ആണ്. എല്ലാത്തിലും വീഡിയോ എടുക്കുമ്പം കുറച്ച് ലൈറ്റ്നിങ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതേപോലെ നിൽക്കും വിത്ത് ഹെവി കൈൻഡ് ടാസിൽസ്. നല്ല ക്യൂട്ടായിട്ടുള്ളതുണ്ട്. ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെയാണ്, ടോപ്പിൻ്റെ അതേ കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് അതിൽ വന്നിട്ട് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സെയിം കളറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു കറക്റ്റ് കളർ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ദുപ്പട്ട ഒരു ഡബിൾ ഷെയ്ഡ് സ്റ്റൈൽ ആയതുകൊണ്ട് അതിനോട് മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ബോട്ടം ആണ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതിൽ നോക്കുമ്പം ബോർഡർ ബേസും ഈ ഒരു കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് പീച്ച് പിങ്കിൻ്റെ ഒരു ടോണാണ് ബോട്ടത്തിന് കൊടുത്തേക്കുക. ഡിജിറ്റൽ പ്രിന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ട പാറ്റേണിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുക വിത്ത് ടാസൽസ്. അപ്പം 2 ടൈപ്പ് ഓഫ് ദുപ്പട്ടാസ് വന്നിട്ടുണ്ട്. റേറ്റ് സെയിം ആണ് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.